നമ്മളിപ്പോൾ ഉള്ളത് പ്രശസ്ത ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറും PJ പെരിന്തൽമണ്ണയുടെ മേധാവിയുമായിട്ടുള്ള മൂസക്കുട്ടി സാറോടൊപ്പമാണ്. അദ്ദേഹത്തോട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. സർ, ആരോഗ്യ മേഖലയിലെ ഒരു പ്രശസ്ത ട്രെയിനറും ഈ മേഖലയെക്കുറിച്ച് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയും എന്നുള്ള നിലയ്ക്ക് താങ്കളോട് എൻ്റെ ചോദ്യം: ഈ അടുത്ത കാലത്ത് പല വിദേശ കമ്പനികളും നമ്മുടെ നാട്ടിലെ പ്രശസ്ത ആശുപത്രികളിൽ നിക്ഷേപം നടത്തുകയോ ഷെയർ എടുക്കുകയോ ചെയ്യുന്നുണ്ട്. ഇത് ജനങ്ങളെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് മാഡം ചോദിച്ചിട്ടുള്ളത്. കാലിക പ്രസക്തമാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് പല പ്രസക്തമായ ആശുപത്രികളിലും വിദേശ കമ്പനികൾ വന്ന് ഷെയർ എടുക്കുകയോ അല്ലെങ്കിൽ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുകയോ ചെയ്യുകയാണ്. ഇത് ഭാവിയിൽ നമ്മുടെ ജനങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് വളരെ പ്രസക്തമായൊരു വിഷയമാണ്. ഈ വിഷയത്തിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത്തരം ഷെയർ എടുക്കുന്ന കമ്പനികൾക്കൊന്നും അവരുടെ നാട്ടിൽ വലിയ ആശുപത്രികളോ അല്ലെങ്കിൽ ഇത്തരം മേഖലകളിൽ നിക്ഷേപങ്ങളോ ഇല്ലാത്തവരാണ്. പ്രധാനമായിട്ടും അവർ നിക്ഷേപിക്കുന്ന മേഖല എന്ന് പറയുന്നത് മരുന്ന് നിർമ്മാണ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ ഇവിടെ ഷെയർ എടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ സ്ഥാപനം ഓൺ ചെയ്യുന്നതിലൂടെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഡാറ്റാസ് മുഴുവനും അവർക്ക് കിട്ടുകയാണ്. ആ ഡാറ്റ വെച്ച് അവർ മരുന്ന് നിർമ്മാണത്തിൽ അവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. രോഗികളുടെ ഡാറ്റയാണല്ലോ കിട്ടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഭാവിയിൽ പ്രൈവറ്റ് മേഖലയിൽ ചികിത്സ അപ്രാപ്യമാകാൻ പോവുകയാണ്. അതിസമ്പന്നർക്കൊഴികെ. അതുപോലെ തന്നെ എല്ലാവരും ഇൻഷുറൻസ് എടുക്കേണ്ടി വരുമെന്ന് മാത്രമല്ല, ഹൈ പ്രീമിയമുള്ള ഇൻഷുറൻസ് എടുക്കേണ്ടിയും വരും. ഇതിൻ്റെ ഒക്കെ അപ്പുറം ഇത്തരം കമ്പനികൾക്കൊക്കെ ഇൻഷുറൻസ് കമ്പനികളിലും നിക്ഷേപമുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് സത്യമാണ് എങ്കിൽ വളരെ ഭയാനകരമായൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം ആശുപത്രിയിൽ എത്തുന്ന ഒരു രോഗിയുടെ ചികിത്സ നിയന്ത്രിക്കുന്നത് വരെ ഈ ഇൻഷുറൻസ് കമ്പനികളായിരിക്കും. എത്ര ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്നും എന്ന് ഡിസ്ചാർജ് ആക്കണമെന്നും എന്തൊക്കെ ഡയഗ്നോസിസ് ഈ രോഗിക്ക് നടത്തണമെന്നും ഏത് രീതിയിലുള്ള മരുന്നുകളാണ് ഈ രോഗിക്ക് കൊടുക്കേണ്ടത് എന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഇൻഷുറൻസ് കമ്പനികളുടെ ഇൻവോൾവ്മെൻറ്റും കൂടി ഉണ്ടാക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഭാവിയിൽ വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. എങ്കിൽ മാത്രമേ ജനങ്ങളെ ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്.